പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മുതലപ്പുഴയിൽ സ്കൂബ ടീം നടത്തുന്ന തിരച്ചിൽ ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. കടലിൽ കാണാതായ ഷിജിന് വേണ്ടിയുള്ള തിരച്ചിലാണ് തൽക്കാലത്തേക്ക് നിർത്തിയത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഈ സ്കൂബ ടീം എത്താൻ തന്നെ മണിക്കൂറുകൾ വൈകിയിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ മോശമാണ്, സ്വാഭാവികമായിട്ടും നിർത്തിവെക്കേണ്ടി വരും. എങ്കിലും ഇന്നത്തെ ദിവസം തൃപ്തികരമായ ഒരു തിരച്ചിൽ ഷിജിന് വേണ്ടി, ജോണിന് വേണ്ടിയൊക്കെ നടക്കുന്നുണ്ടോ പ്രതീഷ് അവിടെ? ഷിഹാസ, ശക്തമായ പ്രതിഷേധത്തിനൊടുവിലാണ് മുതലപ്പുഴയിൽ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇന്നലെ മന്ത്രി ഉറപ്പ് നൽകിയത് ഇന്ന് രാവിലെ മുതൽ സ്കൂബ ടീം അംഗങ്ങൾ എത്തി തിരച്ചിൽ നടത്തുമെന്നതായിരുന്നു. പക്ഷേ 12 മണിവരെയായിട്ടും ഈ സ്കൂബ ടീം അംഗങ്ങൾ വന്നില്ല. പിന്നീട് കുടുംബം വലിയ അതൃപ്തി അറിയിച്ചതോടുകൂടിയാണ് വിഴിഞ്ഞത്ത് നിന്ന് 4 അംഗ മുങ്ങൽ വിദഗ്ധർ മുതലപ്പുഴയിൽ എത്തിയത്. പക്ഷേ അവർ എത്തിയെങ്കിലും കാര്യമായ പരിശോധന നടത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തിരച്ചിലിന് അവർ ഇറങ്ങിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ തടസ്സമായതിനെ തുടർന്ന് ഇപ്പോൾ തിരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ്. ശക്തമായ കാറ്റും മഴയും മുതലപ്പുഴയിലുണ്ട്, ഉയർന്ന തിരമാലകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂബ ടീമിന് ഈ പൊഴിക്ക് ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. പ്രധാനമായും ഇപ്പോൾ സംശയിക്കുന്നത് ഈ പാറക്കെട്ടുകൾക്ക് ഇടയിൽ കുടുങ്ങിപ്പോയിരിക്കാം എന്നുള്ള ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാറക്കെട്ടുകൾക്ക് അടിയിൽ മുങ്ങി തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതിന് വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധർ വേണം. അങ്ങനെയാണ് 4 പേരെ വിഴിഞ്ഞത്ത് നിന്ന് കൊണ്ടുവന്നത്. പക്ഷേ അവർക്ക് ഈ പൊഴിയുടെ അടുത്തേക്ക് പോയെങ്കിൽ പോലും അവർക്ക് ആഴത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. വലിയ അടിയൊഴുക്കുണ്ട്, ശക്തമായ തിരമാലകളുണ്ട്. അതാണ് അത്തരത്തിൽ മുന്നോട്ട് പോയാൽ അവരുടെയും ജീവൻ പ്രതിസന്ധിയിലാകുന്ന, ബുദ്ധിമുട്ടിലാകുന്ന, അപകടത്തിലാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ പുനരാരംഭിക്കും എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ അവിടെയുള്ള കോസ്റ്റൽ പോലീസും സ്കൂബ ടീം അംഗങ്ങളും നൽകിയിരിക്കുന്നത്. എന്തായാലും കുടുംബം വലിയ പ്രതിഷേധത്തിലാണ്. 9ാം ദിവസമാകുന്നു ഷിജിലിനെ കാണാതായിട്ട്. ആദ്യഘട്ടം മുതൽ സർക്കാർ വളരെ അലംഭാവമായിരുന്നു രക്ഷാപ്രവർത്തനത്തിലടക്കം കാണിച്ചത്. ഇപ്പോൾ ഈ സ്കൂബ ടീം അംഗങ്ങൾ എത്തിയെങ്കിലും തിരച്ചിൽ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ മുതലപ്പുഴയിൽ നിന്ന് പുറത്തു വരുന്നത്. ശരി MG പ്രതീഷ്.